നരച്ചു വീഴാതെ ജ്വലിച്ചു നിൽക്കും മരത്തിൽ ശ്രേഷ്ഠനി കൽപ്പവൃക്ഷം ഒരിക്കലും ഫലം നൽകയില്ല പോലും. മരിക്കുവോളം നിലനിന്നിടേണം. ഒരിക്കൽ ആ ഗുരു വന്നു ചേരാം, ഫലങ്ങൾ തേടാം കാണാകിലപ്പോൾ. ശപിച്ചിടാനായി കരം ഉയർത്താം, അതിൻ മുമ്പ് ഫലം വഹിക്ക സാധ്യമോ? ജനിച്ചതീ ലോക ഫലം വഹിപ്പാൻ, ജനിച്ചതീ ലോക ഫലം നൽകാതിരിപ്പാൻ, ജനിച്ചതീ ലോക സ്ഥലം സ്വന്തമായി വളർന്നു നിൽക്കാൻ. അരുതു എന്തിനും ആകാം, ഒരിക്കലും നാം ശപിച്ചിടല്ലൊരൊറ്റ മരത്തെയെന്നല്ല, ഒരൊറ്റ ജഡത്തെയും ഒരു കൊച്ചു ജീവിയെയും ശപിച്ചു തള്ളുവാൻ അർഹതയില്ല. നമുക്ക് മാത്രം ഒരു ജനത്തെയും ശപിച്ചു പിന്നോട്ടടിക്കാൻ അവകാശമില്ല. ജനിച്ചവർക്കൊക്കെ സ്വതന്ത്രമീ സ്വതന്ത്രമായി ജീവിച്ചിടുവാനുമത്രേ. ഒരിക്കലേശു ശപിച്ചൊരു വൃക്ഷത്തെ, എന്നാൽ അതിൻ ലക്ഷ്യമെന്തെന്ന് അരുളുവോർ അല്പം മാത്രം. ശപിച്ചിടാനും ദഹിപ്പിക്കുവാനും ജഗത്തിനുടയവനായവനെന്നുമുണ്ടു സ്വാതന്ത്ര്യം. ഒരിക്കലും അവൻ നമുക്കെതിരെ ശപിക്കുവാനായി കൈയുയർത്തിനില്ല. ഒരിക്കലാമരം ശപിച്ചുണക്കി, അതേ വിധി തന്നെ നമുക്കൊക്കെയാകാം. ഒരിക്കലും നമ്മെ ശപിച്ചിടാതെ കാരുണ്യം മാത്രം നൽകുന്നു നമ്മുടെ നാഥൻ ദൈവം. കാരുണ്യം മാത്രം നൽകി നമ്മെ സംരക്ഷിക്കുന്നു നമുക്കു കാരണഭൂതനായ ദൈവം. ഒരിക്കലും നാം ഒരു മരത്തെയും ശപിക്കുവാൻ കൈകളുയർത്തിടല്ലേ. ഒരിക്കലും നാം നമുക്ക് മുമ്പിൽ ഗുണങ്ങളില്ലാത്തയൊന്നിനെയും പറിച്ചെറിഞ്ഞിടാൻ മുതിരുകയുമരുതേ. ഫലങ്ങൾ നൽകാത്ത വൃക്ഷത്തെപ്പോലും സദാ ക്ഷമയോടെ പോറ്റുവാൻ നാം പഠിക്ക്. അതുതന്നെയാണു നമ്മുടെ ജീവിതത്തിൻ പ്രധാന ലക്ഷ്യമെന്നോർത്തു ശമിക്കട്ടെ കോപം. ഫലം നൽകാത്ത വൃക്ഷങ്ങൾ എത്രയും വേഗത്തിൽ പിഴുതു ദൂരത്തു കളയണം. ഫലം നൽകുന്ന വൃക്ഷങ്ങൾ നന്നായി വളർന്നിടാൻ മാത്രം. ഫലം നൽകുന്ന വൃക്ഷങ്ങൾ ഒന്നുമിന്നീ ജഗത്തിലില്ലെങ്കിലെന്തു ന്യായം? ഫലം തരാത്ത വൃക്ഷത്തെ പോലും പറിച്ചെറിയുവാൻ വിധി നമുക്കു നൽകുന്നില്ലനുവാദമെന്നും.